സ്വന്തം ഫാമിലിയെ കാണാനായി ബിഗ് ബോസ് നൽകിയ ടാസ്കായിരുന്നു ഇത്. ആദ്യമായി അവർ ചെയ്യേണ്ടിയിരുന്നത് ഫാമിലി പിക് ഒരു പസിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ടാസ്ക്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള കീ എടുത്ത് അവിടെയുള്ള ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുണ്ട് അടുത്ത ടാസ്ക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ബസർ കേട്ടപ്പോൾ രണ്ടുപേരും ഫാമിലി ഫോട്ടോ അറേഞ്ച് ചെയ്യുവാൻ തുടങ്ങി. ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടാണ് അവർ അവരുടെ ഫാമിലി ഫോട്ടോ അറേഞ്ച് ആക്കിയത്. ആദ്യം ഷാനവാസ് അത് സോൾവ് ചെയ്തതിന് ശേഷം ഷാനവാസ് പെട്ടെന്ന് തന്നെ പെട്ടി ഓപ്പൺ ചെയ്തു അതിലുള്ള ടാസ്ക് ലെറ്റർ വായിച്ചു. ആ സമയവും അനീഷിന്റെ പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ചുണ്ടിലൊരു സ്കെയിൽ കടിച്ചു പിടിച്ചതിന് ശേഷം അവിടെ 5 ഡൈസുകൾ വെച്ചിട്ടുണ്ട്. അത് ഒന്നിനു മുകളിൽ ഒന്നായി ബാലൻസ് ചെയ്തുകൊണ്ട് അടുത്തുള്ള ബൗളിൽ കൊണ്ടുപോയി ഇടുക എന്നതായിരുന്നു. എന്നാൽ കൈ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഷാനവാസും അനീഷും വളരെ നെർവസ് ആയിരുന്നു. എങ്കിലും ഷാനവാസ് ആ ടാസ്ക് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി. എന്നാൽ ആ സമയവും പാവം അനീഷിന്റെ ഫോട്ടോ പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര നോക്കിയിട്ടും അനീഷിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അനീഷ് വളരെ ടെൻഷനിലാണ് എന്നുള്ളത് നമുക്ക് ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഷാനവാസ് ടാസ്ക് കഴിഞ്ഞ് പുറത്തോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അനീഷിനോട് പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, എത്രയും പെട്ടെന്ന് അതൊന്ന് സോൾവ് ചെയ്യ്. ആ അമ്മയുടെ സാരിത്തുമ്പിന്റെ ഭാഗമെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടെ പോയി തന്റെ പ്രിയതമയെയും മകളെയും കണ്ടതിന്റെ ആഘോഷപ്രകടനമായിരുന്നു പിന്നീട് അവിടെ. ഈ സമയവും പാവം അനീഷ് ടാസ്ക് പൂർത്തിയാക്കാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഫോട്ടോയുടെ 1-2 ബ്ലോക്കുകൾ മാറിയെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ പിന്നെ ഡൈസ് വെച്ചുള്ള ബാലൻസിംഗ് ആയിരുന്നു. എന്നാൽ അനീഷിന് എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ തവണയും അനീഷ് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് അത് താഴെ വീണുപോകും. പിന്നെ അനീഷിന് തന്നെ ഒട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. ആ സമയം ബിഗ് ബോസ് പറഞ്ഞു സമയം അതിക്രമിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനീഷിന് നെർവസ് വീണ്ടും കൂടാൻ തുടങ്ങി. അനീഷിന് എത്ര ശ്രമിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എത്രയോ തവണ ബാലൻസ് ചെയ്തെടുത്തുനിന്ന് അത് വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. അനീഷ് ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്താണ് ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവിക്കാത്തതാണല്ലോ എന്നെല്ലാം അനീഷ് അവിടെ നിന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു. പാവം അനീഷ് വിറച്ചുകൊണ്ട് അത് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. ബിഗ് ബോസ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് നിങ്ങളെ കാണാതെ മടങ്ങേണ്ടി വരുമെന്ന്. ഇത് ഓർത്തിട്ടാകുമെന്ന് തോന്നുന്നു. അനീഷ് ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ അനീഷ് തോറ്റുകൊണ്ടേയിരിക്കുമ്പോൾ അവസാനം ബിഗ് ബോസ് അനീഷിന് ഓരോ അവസരം നൽകുകയായിരുന്നു. അവസാനം ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അനീഷ് അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിലേക്ക് അമ്മയോടും സഹോദരനോടും ചെല്ലാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ അനീഷ് പൊട്ടി കരയുന്നതാണ് കണ്ടത്. ഇത് കണ്ട് അനീഷിന്റെ അമ്മയും സഹോദരനും കൂടെ കരയുകയായിരുന്നു. പാവം അനീഷിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്കും വല്ലാതെ വിഷമം തോന്നി. ബിഗ് ബോസ് ഈ സമയത്തെല്ലാം ഒരു ബാലൻസിങ് ടാസ്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ അത് പൂർത്തീകരിക്കുക? വളരെ വിഷമകരമായിരുന്നു അത് കാണുവാൻ തന്നെ. ഫൈനലി എന്തായാലും അനീഷിനും ഷാനവാസിനും അവരുടെ ഫാമിലിയെ കാണാൻ സാധിച്ചു. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഒരു നൊമ്പരവും മധുരവും നൽകുന്ന എപ്പിസോഡ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.